എന്തൊക്കെയാ അജിതേച്ചി നടക്കുന്നത്? സർക്കാർ ചെലവില് ഗോവിന്ദച്ചാമി ഇത്ര നാൾ ജയിലിൽ ചാടാനാ പഠിപ്പിച്ചോണ്ടിരുന്നത്. എന്ത് പറയാനാ ശ്രീ, ഇവനൊക്കെ പണ്ടേ ആരാച്ചാരുടെ കയറില് തീരേണ്ട കേസ് കെട്ടായിരുന്നു. വിശ്വസിക്കാൻ പറ്റുന്നില്ല. ജീവകാര്യത്തെ തടവുകാരനായ ഗോവിന്ദച്ചാമി കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് ചാടിയെന്ന്. അതും ആ 10ാം നമ്പർ ബ്ലോക്കിന്റെ സെല്ലിന്റെ കമ്പി മുറിച്ചാന്ന് രക്ഷപ്പെട്ടത്. രാവിലെ സെല്ല് പരിശോധിച്ചപ്പോൾ അറിഞ്ഞേന്ന് ഹൈ സെക്യൂരിറ്റി ഉള്ള ജയിലാന്ന് പറയുന്നത്. കഷ്ടം, എന്ത് കാര്യം. ഹൈ സെക്യൂരിറ്റി. അവിടെയുള്ള പോലീസുകാരെക്കാട്ടിലും ബ്രില്യന്റ് ജാമി. അല്ലെങ്കിൽ അവൻ ആ കമ്പി തുരുമ്പിക്കാനായിട്ട് ഉപ്പിടുവോ? സെല്ലിന്റെ ഇടയിൽ കൂടെ നുഴഞ്ഞിറങ്ങാൻ വേണ്ടി എളുപ്പത്തിന് പട്ടിണി കിടക്കുക. അവന് IPS ബുദ്ധിയാ. അത് ശരിയാ ശ്രീ. ഈ ടീംസിനൊക്കെ ഹൈ പ്രോട്ടീൻ കൊടുത്തിട്ട് 10-14 കൊല്ലായിട്ട് വളർത്തിക്കൊണ്ടിരിക്കല്ലേ. ഈ അവൻ മെലിഞ്ഞാലും പോലീസുകാരും മെനു മാറ്റുള്ളൂ. അവന്റെ ക്രിമിനൽ ബുദ്ധി അവരിതില്ല. വെറുതെ അല്ല പ്രതിപക്ഷ നേതാവ് ചോദിച്ചത്, സർക്കാർ ചെലവിൽ ടാർസന്റെ പരിശീലനമാണോ കൊടുക്കുന്നത്? നല്ല ഫുഡും ചാടാനുള്ള ഐഡിയ കിട്ടുന്ന സിനിമകളെയും വെച്ചു കൊടുത്തിട്ടുണ്ടെങ്കിലുണ്ടല്ല, ഇവൻ ജയിലല്ല രാജ്യം വരെ ചാടും ഉറപ്പും. എന്തായാലും ഹെഡ് വാർഡൻ ഉൾപ്പെടെ 4 പേരെ സസ്പെൻഡ് ചെയ്തു എന്നാണ് അറിയുന്നത്. പക്ഷെ എന്താ കാര്യം, ആദ്യം ആ സുഖവാസ പാക്കേജുകളൊക്കെ അങ്ങോട്ട് കട്ട് ചെയ്യണം. ജയിലാവണം. ഇരയ്ക്ക് നീതി വേണം, പ്രതിക്ക് ശിക്ഷയും വേണം. ഇത് രണ്ടും ഉറപ്പാക്കണം. നീതിയില്ലെങ്കിൽ നീ തീയാവുക എന്ന് വെറുതെ അല്ല പറയുന്നത്. മനസ്സിലായ?